വർക്കലയിൽ കടലിൽ ചാടിയ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ചെമ്പകത്തിൻമൂട് സ്വദേശി ശ്രേയയാണ് മരിച്ചത്. പെൺകുട്ടിക്കൊപ്പം ചാടിയെന്ന് സംശയിക്കുന്ന ആൺകുട്ടിക്കായി തെരച്ചിൽ തുടരുകയാണ്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അഖിൽ ഷാ, ഇവർ എപ്പോഴാണ് കടലിൽ ചാടിയത്? ഈ ആൺകുട്ടിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ? പ്രവിത, ഇന്നുച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് വർക്കല ഇടവ ബീച്ചിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളികൾ, ഇത് കണ്ടുനിന്ന മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും പറയുന്നത് 2 വിദ്യാർത്ഥികൾ, അതായത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കടലിൽ ചാടി എന്നുള്ളതാണ്. എന്നാൽ അക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് മറ്റൊരാൾ കൂടി കടലിൽ ചാടിയോ എന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ സ്ഥിരീകരണമൊന്നുമില്ല. എന്തായാലും 12 മണിയോടുകൂടിയാണ് വർക്കല സ്വദേശിയായ ശ്രേയ, 14 വയസ്സാണ്, ഈ കുട്ടി ഇടവ ബീച്ചിൽ നിന്ന് കടലിലേക്ക് ചാടി പിന്നെ അതിനുശേഷം ഈ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ ബീച്ചിൽ നിന്ന്, അതായത് ഈ കടൽ തീരത്ത് നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. നിലവിൽ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ 2 കുട്ടികൾ ഈ ഉച്ചയോടുകൂടി ഇവിടെ എത്തുകയും അവർ സംസാരിച്ചിരുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവർ 2 പേരും കടലിലേക്ക് ചാടി എന്നുള്ളതാണ്. ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആരോപണമാണ്. പോലീസുമായി ഇത് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അത്തരത്തിലൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. എന്തായാലും കുട്ടി മരിച്ചു എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. പോലീസ് നൽകുന്ന മറ്റൊരു കാര്യം, ഇത് ആത്മഹത്യ തന്നെയാണെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലും പോലീസ് എത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾ പറയുന്നത് ഇത്തരത്തിൽ ഒരു സുഹൃത്തുമായി ചാറ്റ് ചെയ്തതിന് ഈ കുട്ടിയെ വഴക്ക് പറഞ്ഞിരുന്നു. ആ വഴക്ക് പറഞ്ഞ വിഷമത്തിലാണ് ഈ കുട്ടി ഇന്ന് പുറത്തേക്ക് പോയത്. അതിന് പിന്നാലെയാണ് ഈ ബീച്ചിലേക്ക് എത്തിയതും ഇത്തരത്തിൽ കടലിലേക്ക് ചാടുകയും ചെയ്തത്. എന്തായാലും അയിരൂർ പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രവിത. ശരി അഖിൽ ഷാ.